വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിയാക്കുന്നത് ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. പല വിധത്തിലും നമുക്കിത് ചെയ്യാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റിയിട്ട് പൊട്ടുക്കടല വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മളിതിനെടുക്കുന്നത് കടലപ്പൊടിയാണ്, കടലമാവ്. ഒരു ബൗള് കടലമാവ് എടുത്തിട്ടുണ്ട്. അതേ ബൗളിൽ തന്നെ ഒരു അര ബൗള് അരിപ്പൊടി. അതുപോലെ തന്നെ ഇത് ഉഴുന്നാണ്. ഉഴുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിക്കാനുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല ബ്രൗണിഷ് കളറായിട്ട് നല്ലൊരു മണം വരും ഉഴുന്ന് വറുക്കുമ്പോൾ. അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അതൊന്നും മിക്സിയിൽ ചെറിയ ജാറിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക. ഇനി നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കണില്ല. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഏത് അരിപ്പൊടിയും ചേർക്കുക. വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. സേവനഴിയിൽ സ്റ്റാറിൻ്റെ അച്ചുണ്ടല്ലോ, അതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഈ എണ്ണയിൽ ഈ പത കണ്ടോ, ബബിൾസ്. ഈ ബബിൾസ് പോയി കഴിഞ്ഞാലാണ് എണ്ണ ചൂടായി എന്നുള്ളത് അറിയാം. അപ്പോൾ നന്നായിട്ട് ബബിൾസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് പീച്ചിട്ടെടുക്കാം. ഇങ്ങനെ മുറുക്കൻ്റെ ഷേപ്പിൽ റൗണ്ട് തന്നെ ആക്കണമെന്നൊന്നുമില്ല. ഇതാകുമ്പോൾ എളുപ്പമല്ലേ, നമുക്ക് എണ്ണയിൽ തന്നെ ഡയറക്റ്റ് റെഡിയാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ റെഡിയാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതല്ലാതിരുന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ വറ്റിയും പോവും, മുറുക്ക് പെട്ടെന്ന് റെഡിയായിട്ടും കിട്ടില്ല. അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് വറുത്തിട്ട് പൊടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ മുറുക്കിന് നല്ലൊരു മണവും ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. പുതിയ നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.